الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقال الذين كفروا لرسلهم لنخرجنكم من أرضنا أو لتعودن في ملتنا فأوحى إليهم ربهم لنهلكن الظالمين ولنسكننكم الأرض من بعدهم ذلك لمن خاف مقامي وخاف وعيد واستفتحوا وخاب كل جبار عنيد സഹോദരന്മാരെ സഹോദരികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ, മുത്തഖികളായി ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്നുണർത്തുന്നു. നാം ഏവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കുവാനും ഈ ലോകത്തോട് വിട പറയുവാനും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 14-ാമത്തെ അധ്യായം ഇബ്രാഹിം എന്നാണ് അധ്യായത്തിൻ്റെ പേര്. അതിലെ 3 വചനങ്ങളാണ് ഞാൻ ഓതിക്കേൾപ്പിച്ചത്. 13, 14, 15 വചനങ്ങളാണത്. വഖാലല്ലദീന കഫറു, അവിശ്വാസികൾ പറഞ്ഞു, ലിറുസുലിഹിം, അവരിലേക്ക് നിയോഗിതരായ പ്രവാചകന്മാരോട്, ലനുഖ്രിജന്നക്കും മിൻ അർദിന, ഞങ്ങളുടെ ഈ നാട്ടിൽ നിന്ന് നിങ്ങളെ ഞങ്ങൾ പുറത്താക്കുക തന്നെ ചെയ്യും. ഔ ലതഊദുന്ന ഫീ മില്ലത്തിന, അല്ലാത്ത പക്ഷം നിങ്ങൾ ഞങ്ങളുടെ മതത്തിലേക്ക് മടങ്ങിയേ തീരൂ. ഫഔഹാ ഇലൈഹിം റബ്ബുഹും, അപ്പോൾ അവരുടെ രക്ഷിതാവ് അവർക്ക് സന്ദേശം നൽകി, വഹയ്യ് നൽകി. ലനുഹ്ലിക്കന്നൽ-ളാലിമീൻ, അക്രമികളായ ജനതയെ നാം നശിപ്പിക്കുക തന്നെ ചെയ്യും. വലനുസ്കിനന്നക്കുമുൽ അർള മിൻ ബഅദിഹിം, അവർക്ക് ശേഷം ഈ ഭൂമിയിൽ നിങ്ങൾക്ക് നാം സ്വാധീനം നൽകുകയും ചെയ്യും. ദാലിക, അത്, ലിമൻ ഖാഫ മഖാമി, എന്റെ സ്ഥാനത്തെ ഭയപ്പെടുകയും, വഖാഫ വഈദ്, എന്റെ താക്കീദിനെ ഭയപ്പെടുകയും ചെയ്യുന്നവർക്കാകുന്നു. വസ്തഫ്തഹു, ആ പ്രവാചകന്മാർ അള്ളാഹുവിനോട്
വിജയത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. വഹാബ കുല്ലു ജബ്ബാരിൻ അനീദ്, സർവാധിപതിയായി ജീവിച്ചിരുന്നവരും ദുർവാശിക്കാരായിരുന്നവരും ആരോ അവരെല്ലാവരും പരാജയപ്പെടുകയും ചെയ്തു. ഇതാണ് ഈ വചനങ്ങളുടെ സാരം. എവിടെയും ഏതു ഭാഗത്തും ഏതു തരത്തിലുള്ള പ്രതിസന്ധികളും നേരിടേണ്ടി വരുന്ന സത്യവിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന, ഏറെ പ്രതീക്ഷ നൽകുന്ന അല്ലാഹുവിന്റെ വചനങ്ങളാണിത്. ഇതിന് തൊട്ടു മുമ്പുള്ള ചില വചനങ്ങളുടെ സാരവും കൂടി മനസ്സിലാക്കുമ്പോൾ ആണ് ഇതതിൻ്റെ പൂർണ്ണമായ ആശയം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൊട്ടു മുമ്പുള്ള 9-ാമത്തെ വചനം മുതൽ ചോദിക്കുന്നതും അറിയിക്കുന്നതും, നിങ്ങൾക്ക് മുമ്പുള്ളവരുടെ വൃത്താന്തം, വാർത്ത നിങ്ങൾക്ക് വന്നു കിട്ടിയിട്ടില്ലേ? ആരാണ് ആ മുമ്പുള്ളവർ? അത് ഒന്ന് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജനതയാണ്. മറ്റൊന്ന് ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജനതയായ ആദ് സമുദായമാണ്. വേറൊന്ന് സാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജനതയായ സമൂദ് ഗോത്രമാണ്. ഈ 3 വിഭാഗങ്ങളുടെയും വൃത്താന്തം വന്നു കിട്ടിയില്ലേ എന്ന് ചോദിച്ചതിന് ശേഷം, ഇവരല്ലാത്ത അല്ലാഹു മാത്രമറിയുന്ന, നിങ്ങൾക്കറിയാത്ത മറ്റു പല സമുദായങ്ങളും അവരുടെ വാർത്തകളും വന്നുപോയിട്ടുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം എന്താണ് ഇവർക്കൊക്കെ സംഭവിച്ചത്? ഇവർക്കെല്ലാം അവരുടെ പ്രവാചകന്മാർ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായി അവരുടെ അടുക്കലേക്ക് വന്നു. ഞാൻ ആയത്തോതി പദാനുപദം അർത്ഥം പറയുകയില്ല, ആയത്തിന്റെ ആശയം പറഞ്ഞു പോവുകയാണ്. ഈ പ്രവാചകന്മാർ വന്നിട്ട് അവരോട് വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ നിരത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ ഏകത്വവും അവന് മാത്രം ആരാധന ചെയ്ത് ജീവിക്കേണ്ട കാര്യങ്ങളും ആ സന്ദേശം ഉൾക്കൊള്ളേണ്ടതിന്റെ ആവശ്യകതയും ഒക്കെ അവർ ബോധ്യപ്പെടുത്തിയപ്പോൾ അവർ അവരുടെ കൈകൾ അവരുടെ വായകളിൽ ഒരു തടസ്സമായി വെച്ചു എന്ന പ്രയോഗമാണ് ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത്. ഈ വചനങ്ങൾ എടുത്തു നോക്കി നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഫറദ്ദു ഐദിയഹും ഫി അഫ്വാഹിഹിം എന്നാണ്. അതിന് മുഫസ്സിറുകൾ, ഖുർആൻ വ്യാഖ്യാതാക്കൾ നൽകുന്ന വ്യാഖ്യാനം, പ്രതിഷേധിച്ചുകൊണ്ട് വായിങ്ങനെ അടച്ചു വെച്ചു എന്നും, അതല്ല അവർ വളരെ മോശമായ നിലയിൽ കോപം കൊണ്ട് ജ്വലിച്ചു എന്നും അതിനെ നിഷേധിച്ചു എന്നൊക്കെയുള്ള ആശയങ്ങൾ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നു. ഏതോ ആകട്ടെ അവരത് അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, അവർ ആ പ്രവാചകന്മാരോട് പറഞ്ഞ വാക്കുകൾ നിങ്ങളെ ഏതൊരു സത്യവുമായി അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നതുമായി നിയോഗിക്കപ്പെട്ടുവോ അതിനെ പൂർണ്ണമായും ഞങ്ങൾ നിഷേധിക്കുന്നു എന്ന് മാത്രമല്ല, നിങ്ങൾ ഏതൊന്നിലേക്കാണോ ഞങ്ങളെ ക്ഷണിക്കുന്നത് ആ ക്ഷണിക്കുന്നതിൽ അവിശ്വാസജനകമായ സംശയമാണ് ഞങ്ങൾക്കുള്ളത്, അതുകൊണ്ട് ഞങ്ങളത് അംഗീകരിക്കാൻ പോകുന്നില്ല. അപ്പൊ ആ പ്രവാചകന്മാർ അവരോട് പ്രത്യുത്തരമായി പറയുന്നതായി ഖുർആൻ രേഖപ്പെടുത്തുന്നു, നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച്, നിങ്ങൾ ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടാവായ അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾക്ക് സംശയമോ, നിങ്ങൾ സംശയം ഉന്നയിക്കുകയോ, അള്ളാഹു നിങ്ങളെ ക്ഷണിക്കുന്നത് നിങ്ങളുടെ പാപങ്ങൾ പൊറുത്തു തരാനും നിങ്ങൾക്കൊരു നിശ്ചിത അവധി വരെ ഇവിടെ താമസിക്കാനും അവധി നീട്ടിത്തരാനുമാണ് അള്ളാഹു നിങ്ങളെ ക്ഷണിക്കുന്നത്, അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ആ പ്രവാചകന്മാരുടെ പ്രബോധിതരായ ആ സമൂഹം പറഞ്ഞ വാക്ക്, നിങ്ങൾ ഞങ്ങളെപ്പോലുള്ള മനുഷ്യർ മാത്രമാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ കാക്കകാർണവന്മാർ, ഞങ്ങളുടെ വാപ്പ ഉപ്പാപ്പമാർ, ഞങ്ങളുടെ പൂർവികന്മാർ ആരാധിച്ചു വന്നത് ഏതോ അതിൽ നിന്ന് ഞങ്ങളെ പിന്തിരിപ്പിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വ്യക്തമായ പ്രമാണങ്ങൾ ഹാജരാക്കേണ്ടതുണ്ട് എന്നവർ ആവശ്യപ്പെടുന്നു. ആ സന്ദർഭത്തിൽ പ്രവാചകന്മാരുടെ പ്രത്യുത്തരം, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഞങ്ങൾ നിങ്ങളെപ്പോലുള്ള മനുഷ്യർ മാത്രമാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദാസന്മാരിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ചില അനുഗ്രഹം നൽകും. മനുഷ്യരാണെങ്കിലും ഞങ്ങൾ പ്രവാചകന്മാരാണ് എന്നാണ് ആ പറഞ്ഞതിന്റെ ധ്വനി. പക്ഷേ ഞങ്ങൾക്ക് നിങ്ങൾ പറയുന്നത് പോലെ തെളിവോ ദൃഷ്ടാന്തമോ പ്രമാണമോ ഒന്നും നിങ്ങളുടെ മുമ്പിൽ നിരത്താൻ ഞങ്ങൾക്ക് കഴിയില്ല.
എന്ന് അവർ അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി അല്ലാതെ ഞങ്ങൾക്കൊന്നും കഴിയില്ല, അതുകൊണ്ട് അള്ളാഹുവിൽ വിശ്വാസികൾ ഭരമേൽപ്പിക്കട്ടെ എന്ന് പറഞ്ഞതിന് ശേഷം ആ പ്രവാചകന്മാർ ഒന്നടങ്കം ആ പ്രവാചകന്മാരോടൊപ്പം വിശ്വാസികളായിരുന്ന ആളുകളും പ്രഖ്യാപിക്കുന്ന ഒരു പ്രഖ്യാപനമുണ്ട്. വമാ ലനാ അല്ലാ നതവക്കല അലല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹുവിൽ ഭരമേൽപ്പിക്കാതിരിക്കാൻ എന്ത് ന്യായമാണുള്ളത്? വഖദ് ഹദാനാ സുബുലനാ, ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്ന് വ്യക്തമായ മാർഗങ്ങൾ ഞങ്ങൾക്ക് വഴി കാണിച്ചു തന്നിരിക്കെ, അതിന് മാർഗദർശനം നൽകിയിരിക്കെ ഞങ്ങൾ പിന്നെ എന്തിന് അള്ളാഹുവിൽ തവക്കുൽ ചെയ്യാൻ ഞങ്ങൾ ഭയപ്പെടണം, അല്ലെങ്കിൽ തവക്കുൽ ചെയ്യാതിരിക്കണം? അതുകൊണ്ട് വഖദ് ഹദാനാ സുബുലനാ വലനസ്ബിറന്ന അലാ മാ ആദൈതുമൂനാ, എന്തൊക്കെ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണോ നിങ്ങൾ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നത്, അത് മുഴുവനും ഞങ്ങളിതാ ക്ഷമിക്കുന്നു. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുതവക്കിലൂൻ, അള്ളാഹുവിലാണ് ഭരമേൽപ്പിക്കേണ്ടവർ ഭരമേൽപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞതിന് ശേഷം ആ പ്രവാചകൻ ആ സത്യനിഷേധികളായ ആളുകളുടെ പ്രതികരണമാണ് ആ പറഞ്ഞത്. ഇത് മുഴുവൻ കേട്ടതിന് ശേഷം അവർ പറഞ്ഞതാണ് ആ വചനങ്ങൾ നമ്മൾ ശ്രവിച്ചത്. അവർ പറഞ്ഞതെന്താ? നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് പൊയ്ക്കൊള്ളണം, അതല്ല ഇവിടെ കഴിച്ചുകൂട്ടണമോ നിങ്ങൾക്ക്, എങ്കിൽ ഞങ്ങളുടെ മതം നിങ്ങൾ പിൻപറ്റിയേ പറ്റൂ. ഇതാണെന്ന് പറഞ്ഞതവർ. വഖാലല്ലദീന കഫറു ലിറുസുലിഹിം ലനുഖ്രിജന്നകും മിൻ അർദിനാ ഔ ലതഊദുന്ന ഫീ മില്ലത്തിനാ. ആ സന്ദർഭത്തിൽ ആ പ്രവാചകന്മാർക്ക് അല്ലാഹു നൽകിയ വഹിയാണ്, സന്ദേശമാണ്. നിങ്ങൾ ഇവിടെ തന്നെ താമസിക്കും, നിങ്ങളെങ്ങും പോകുന്നില്ല, നിങ്ങൾ പിന്നാലെ ഇവിടെ തന്നെ താമസിക്കും, നിങ്ങൾക്ക് ഈ ഭൂമിയിൽ അവർക്ക് ശേഷം സ്വാധീനം നൽകും, ഈ രൂപത്തിൽ നിങ്ങളോട് പ്രതികരിച്ച ആളുകളുടെ നാശമുണ്ടാകും എന്ന് പ്രവാചകന്മാർക്ക് പ്രതീക്ഷയുടെ നാളങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. ആ പ്രവാചകന്മാർ സഹായത്തിനായി അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു. ഈ രൂപത്തിൽ പ്രതികരിച്ച ആരൊക്കെയായിരുന്നുവോ, ഈ ദുശാഠ്യക്കാരായിരുന്ന അല്ലെങ്കിൽ ഏകാധിപതികളായിരുന്ന സർവാധിപതികളായിരുന്ന ജബ്ബാർ എന്ന പ്രയോഗമാണ് അല്ലാഹു നടത്തിയത്, അവരെല്ലാം പരാജയപ്പെടുകയും ചെയ്തു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഈ വചനങ്ങളുടെ സാരം എനിക്കോ നിങ്ങൾക്കോ സമകാലിക സംഭവ വികാസങ്ങളുമായി വല്ല ബന്ധവും തോന്നുന്നുവെങ്കിൽ അതിന് കാരണം പരിശുദ്ധ ഖുർആന്റെ അമാനുഷികതയാണ്, അല്ലാതെ വേറൊന്നുമല്ല. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് കഴിഞ്ഞ 10 വർഷമായി നമ്മളെ ഭരിക്കുന്നവരാരാണ് എന്ന് നമുക്ക് കൃത്യമായി അറിയാം. അവരെങ്ങനെയാണ് അവിടെ എത്തിയത് എന്നൊന്നും നമുക്കറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ ഒരു പൊതു തെരഞ്ഞെടുപ്പിന്റെ മുമ്പിലേക്കാണ് നമ്മൾ എത്തുന്നത്, അത് നമ്മളുടെ മുമ്പിലുണ്ട്. തന്നെയുമല്ല, നമ്മളുടെ റിപ്പബ്ലിക്കിന്റെ രാജ്യത്തിന്റെ 74ാമത്തെ റിപ്പബ്ലിക് ദിനാഘോഷത്തിലേക്ക് നീങ്ങുകയുമാണ്. 950 ജനുവരി 26-നാണ് ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിച്ചതും നടപ്പിൽ വരുന്നത്. ആ ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ദുർബലമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യവും കൂടിയാണ്. ഞാനിത് സൂചിപ്പിക്കുന്നത് ഈ 26-ന് മുമ്പ്, ജനുവരി 26-ന് മുമ്പ് ജനുവരി 22-ന് ഇന്ത്യ രാജ്യത്ത് ഒരു വലിയ സംഭവം നടക്കാൻ പോകുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അത് ഒരു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയാണ്. എന്താണ് ഒരു അമ്പലത്തിൽ ഒരു പ്രതിഷ്ഠ നടത്തുന്നതിന്? ഒന്നുമില്ല. കാരണം ഇത് ബഹുസ്വരതയുടെ നാടാണ്. മതമുള്ളവൻ ജീവിക്കുന്നു, മതമില്ലാത്തവൻ ജീവിക്കുന്നു, ഒരുപാട് ദൈവങ്ങളുണ്ടെന്ന് പറയുന്നവർ ജീവിക്കുന്നു, ഒരു ദൈവം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നവർ ജീവിക്കുന്നു, ഒരു ദൈവം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ ദൈവത്തിന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് പങ്കിട്ടു കൊടുക്കുന്നവരും താമസിക്കുന്നു. അങ്ങനെ എല്ലാവരും ജീവിക്കുന്ന രാജ്യമാണിത്. പള്ളി പണിയാം, അമ്പലങ്ങൾ ഉണ്ടാക്കാം, ഇതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ എന്താണ് ഇതിനെക്കുറിച്ച് ഇത്രമാത്രം വിവാദങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? അതൊരു പള്ളി തകർത്തിട്ടാണ് അവിടെ ഒരു ക്ഷേത്രം പണിതതും അവിടെ പ്രതിഷ്ഠ നടക്കാൻ പോകുന്നതും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമായി മാറിക്കൊണ്ടിരിക്കുന്നത്. അതിനനുകൂലവും പ്രതികൂലവുമായ ചർച്ചകൾ നടക്കുന്നു. ഞാൻ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പള്ളി തകർത്തത് പൊളിറ്റിക്സാണ്.
ഈ പള്ളി തകർത്തതിന് ശേഷം അവിടെ അമ്പലം പണിതത് പൊളിറ്റിക്സാണ്. ഇനി അതിന്റെ പണി പൂർത്തിയാക്കുന്നതിന് മുമ്പ് അതുമായി ബന്ധപ്പെട്ട ഭക്തന്മാരായ സന്യാസിമാരായ സന്യാസി ശ്രേഷ്ഠന്മാരായ ആളുകൾ പോലും ഈ നടക്കാൻ പോകുന്നത് ശരിയല്ല, ഇത് പൊളിറ്റിക്സ് ആണ് എന്ന് അവരാ പറയുന്നത്, നമ്മളല്ല. അപ്പൊ എല്ലാ നിലയിലും ആ രൂപത്തിലുള്ള ഒരു സംഗതി ഇത് ഇവിടെ നമുക്ക് ചില കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് ഈ വചനങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ട്. അതാണ് ഞാൻ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. ഇവിടെ പള്ളി പണിതോട്ടെ, ക്ഷേത്രം വന്നോട്ടെ, പ്രതിഷ്ഠ വന്നോട്ടെ, ആരെങ്കിലും ചെയ്തോട്ടെ, ഇതൊന്നും പ്രശ്നമില്ല ഈ ബഹുസ്വരതയുടെ നാട്ടിൽ. പക്ഷെ ഇവിടെ സംഭവിച്ച ഈ ഒരു ഫാക്ട് നാം മറന്നു പോകരുത്. മറവി ദുരന്തമാണ് എന്ന് തിരിച്ചറിയണം നമ്മൾ. മറവി ദുരന്തമാണ്, അത് തിരിച്ചറിയണം നമ്മൾ. അതേസമയം ഓർമ്മകളാണ് നമ്മളെ സജീവമാക്കുന്നതും, ഓർമ്മകളാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നതും, ഓർമ്മകളാണ് നമ്മളെ കർമ്മനിരതരാക്കുന്നതും എന്നുള്ളതും മറന്നു പോകരുത്. നമുക്കറിയാം ഈ ബാബരി മസ്ജിദിന്റെ ചരിത്രം പറയാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒന്ന് ഓർമ്മിപ്പിക്കാതെ ഈ വിഷയത്തിലേക്ക് എത്തൂല. അതുകൊണ്ടാണ് നമുക്കറിയാവുന്നതുപോലെ മുഗൾ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായിരുന്ന ബാബറുടെ ഔദ് എന്ന് പറയുന്ന പ്രവിശ്യയിലെ ഗവർണറായിരുന്ന മീർ ബാക്കി ക്രിസ്തുവർഷം 1528 സ്ഥാപിച്ചതാണ് ആ പള്ളി. അതെന്തോ തകർത്തിട്ടാണ് അതിന്റെ അടിയിൽ നിന്ന് അത് കണ്ടെടുത്തു. സുപ്രീം കോടതിയുടെ വിധിയും കൂടി കിട്ടി. ആകട്ടെ, സുപ്രീം കോടതിയുടെ വിധിയുടെ ന്യായാന്യായങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷേ ആ വിധി പുറത്തു വന്നപ്പോൾ അതിന്റെ വരികൾക്കിടയിൽ ആ വിധിയിലെ അനീതി തെളിഞ്ഞു കാണുന്നതാണ്, വിവേചനം തെളിഞ്ഞു കാണുന്നതാണ് എന്നത് എല്ലാവരും സമ്മതിക്കുന്നതാണ്. അത് ഉൾക്കൊണ്ടിരുന്ന ചീഫ് ജസ്റ്റിസ് പോലും അവസാനം അങ്ങനൊരു വിധിയിലേക്ക് എത്താനുണ്ടായ സാഹചര്യം അദ്ദേഹം പറഞ്ഞത് ഈ മിമ്പറിൽ നിന്ന് ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ കാര്യം ക്ലിയറാണ്. അത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാവരുടെയും പോക്ക്. അത് തകർത്തിട്ട് തന്നെയാണ് ആ പള്ളി വന്നിരിക്കുന്നത് എന്ന് തന്നെയാണ്. ഔദ് ആണ് പിന്നീട് അയോധ്യയായി മാറുന്നത്. ഈ അയോധ്യ എന്ന ആ നാമത്തിന് ഒരർത്ഥമുണ്ട്. എന്താണ്? യുദ്ധമില്ലാത്ത സ്ഥലം എന്നാണ്. എന്നാൽ അവിടെ അതിന് ശേഷവും അതിനെ തുടർന്നൊക്കെ ഉണ്ടായ സംഭവവികാസങ്ങൾ നമുക്കറിയാം. പക്ഷേ ഇവിടെ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഖുർആന്റെ അനുയായികൾ പഠിച്ചു വെച്ച ഒരു കാര്യം, അല്ലെങ്കിൽ അവരെ പഠിപ്പിക്കപ്പെട്ട ഒരു കാര്യം, ആരാധനാലയങ്ങൾ തകർക്കുന്നത് മുസൽമാന്റെ സമ്പ്രദായമല്ല, ഇസ്ലാമിന്റെ രീതിയല്ല എന്നുള്ളത് അന്നു മുതൽ ഇന്നു വരെ നമ്മൾ തെളിയിച്ചു കൊടുത്തിട്ടുള്ള കാര്യമാണ്. ഞാനതിന്റെ മറ്റ് പശ്ചാത്തലത്തിലേക്കൊന്നും പോകുന്നില്ല. അങ്ങനെ കൃത്യമായ വെറും രാഷ്ട്രീയമായി വന്ന ഒരു സംഗതി ഈ ഒരു രൂപത്തിലേക്ക് എത്തുമ്പോൾ നാം ഓർക്കേണ്ട ഒരു കാര്യം, ബാബരിയുടെ തകർച്ചയിലൂടെ, ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതിലൂടെ ഇവിടെ തകർന്നത് ഒരു പള്ളിയുടെ കെട്ടിടമല്ല, മറിച്ച് മുസ്ലിം ഉമ്മത്തിന്റെ ഐഡന്റിറ്റിയാണ്. ആ ഐഡന്റിറ്റിയാണ് ചോദ്യം ചെയ്തത്. അവരുടെ സ്വാതന്ത്ര്യത്തെയാണ് ചോദ്യം ചെയ്തത്. ഭരണഘടന നൽകുന്ന അവകാശത്തെയാണ് ചോദ്യം ചെയ്തത്. നാം മറന്നുകൂടാ. ആ അവകാശവും സ്വാതന്ത്ര്യവും നൽകപ്പെട്ട ഒരു നാടാണ് എന്നുള്ളത് മറന്നുപോവുകയാണ് പലരും. അല്ലെങ്കിൽ അത് ദുർബലപ്പെടുത്തുന്നവർ അതിന്റെ പിന്നാലെയാണ്. ഈ ഉമ്മത്തിനെതിരെയുള്ള സംഘടിതമായ നീക്കം, ക്രൂരതകൾ നോർമലൈസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പല രംഗങ്ങളിലും നിസ്സാരവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവരിവിടെ ജീവിക്കേണ്ടവരല്ല. ഇവിടെ ജീവിച്ചാൽ അവർ പുറത്തു പോകേണ്ടവരാണ്. അവരിവിടെ ജീവിച്ചാൽ അത് അപകടകരമാണ് എന്ന ധാരണ ഒരുപാട് ശക്തിയോടെ ഇന്ന് പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും കുറെ ആളുകളുടെയെങ്കിലും മനസ്സുകളിൽ അത് സ്ഥാനം പിടിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിഷേധിക്കാൻ കഴിയാവുന്ന ഒരു കാര്യമല്ല. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ വിശുദ്ധ ഖുർആനിലെ ഒരു വചനത്തിന്റെ പൊരുൾ പ്രവാചകന്മാരോട് പറഞ്ഞത്, ലനുഖരിജന്നകും മിൻ അർളിനാ ഔ ലതഊദുന്ന ഫീ മില്ലത്തിനാ. ഈ നാട് വിട്ടുപോയിക്കൊള്ളണം, അല്ലെങ്കിൽ ഞങ്ങളുടെ മതം സ്വീകരിച്ചോളണം, അതിലേക്ക് മടങ്ങി വന്നോളണം. ഈ ശബ്ദമല്ലേ കേൾക്കുന്നത്? അതാണ് ഞാൻ ചോദിച്ചത്. ഈ വചനവും ഇന്നത്തെ സംഭവവികാസങ്ങളുമായി എന്തെങ്കിലും സാദൃശ്യം തോന്നുന്നുവെങ്കിൽ അത് ഖുർആന്റെ അമാനുഷികതയാണെന്ന് ഒറ്റ വാചകം ഞാൻ ആദ്യം പറഞ്ഞതാ. പക്ഷെ ഇവിടെ നമുക്കിത് അതിജയിച്ചേ തീരൂ. അതിജയിക്കാതെ നിർവാഹമില്ല. അതിജയിച്ചത്തിന്റെ ചരിത്രമാണ് ഇസ്ലാമിന്റെ ചരിത്രം. ഈ ആദർശത്തിന്റെ ചരിത്രം അതാണ്. ആരില്ലാതാക്കാൻ ശ്രമിച്ചാലും അത് ഇല്ലാതാവുകയില്ല.
അങ്ങനെ ഒരുപാട് പേര് ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇവരെക്കാൾ വമ്പന്മാരായ ആളുകൾ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാർക്ക് വഹ്യ് നൽകിയത്. ലനുസ്കിനന്നകും ഫിൽ അർളി മിൻ ബഅദി. അവർക്ക് ശേഷം നിങ്ങളാണ് ഈ ഭൂമിയിൽ താമസിക്കുക, നിങ്ങളാണ് ഈ ഭൂമിയുടെ അധീനതയിൽ ഉണ്ടാകുക, ഭൂമിയുടെ അധീനത കൈപ്പെടുത്തുന്നവർ നിങ്ങളായിരിക്കും എന്ന് ഖുർആൻ പറഞ്ഞത് അത് തന്നെയാണ്. അതിനൊരു നിബന്ധന വെച്ചു. അതാർക്കാണ്? എന്റെ വഈദ്, എന്റെ താക്കീത് ഭയപ്പെടുന്നവരും എന്റെ മുമ്പിൽ പരലോകത്ത് നിൽക്കേണ്ടി വരുമെന്ന ഭയത്തോടുകൂടി ജീവിച്ച് ശരിയായ മനുഷ്യരായി വിശ്വാസികളായി ജീവിച്ചു വരുന്നവരാരോ അവർക്കുള്ളതാണത് എന്ന് പറഞ്ഞെടുത്താണ് ഞാനും നിങ്ങളെ ചിന്തിക്കാനുള്ള കാര്യം. അതിലേക്ക് വന്നപ്പോഴാണ് ആ പ്രവാചകന്മാർക്ക് അള്ളാഹു നൽകിയ ആ കരാറ് അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായും പാലിച്ചു. എവിടെ? നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ആ നൂഹ് നബിയെ ഏറ്റവും അങ്ങേയറ്റം ഇതുപോലെ പറഞ്ഞ് ഉപദ്രവിച്ച ആ ജനത എവിടെ പോയി? ആദ് സമുദായം എവിടെ പോയി? ഹൂദ് പിന്നെ അതുപോലെ തന്നെ സമൂദ് ഗോത്രം എവിടെ പോയി? ലോകത്തെ കിടുകിട വിറപ്പിച്ച മനുഷ്യരെ ഒരുപാട് ഉപദ്രവിച്ച ഫറോവ എവിടെ പോയി? കാറൂൻ എവിടെ പോയി? ചരിത്രം അതാണ് പറഞ്ഞു തരുന്നത്. പ്രതീക്ഷയുടെ കിരണങ്ങളാണ് വിശ്വാസികൾക്കുണ്ടാകേണ്ടത്. അവർ അതിക്രമത്തിന്റെ വഴി തേടലല്ല. അതുപോലെ തന്നെ നിഷ്ക്രിയരും നിസ്സംഗരും നിരാശരും അസംഘടിതരുമായി ജീവിക്കലല്ല. അവരവരുടെ ഉത്തരവാദിത്വ നിർവഹത്തിൽ കർമ്മനിരതരായി അവർ മുമ്പോട്ട് പോകണം. അവർ സംഘടിതരായി മുന്നോട്ട് നീങ്ങണം. അവർ പ്രവർത്തന നിരതരാകണം. അതാണ് ഇതിൽ നിന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യം. അതിൽ പ്രതീക്ഷ വേണം, തവക്കുല് വേണം, പ്രാർത്ഥനാ നിരതമായിരിക്കണം, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കണം, അവന്റെ സഹായത്തിനായി തേടിക്കൊണ്ടിരിക്കണം. അവനിതൊന്നും ഒരു പ്രശ്നമല്ല. അപ്പൊ നമ്മൾ വിചാരിക്കും, ഇപ്പൊ തന്നെ നമ്മൾ നോക്ക്, ആ ഒരു പ്രതീക്ഷയും അതുപോലുള്ള കാര്യങ്ങളുമാണ്. ഫലസ്തീനിലെ ജനതയെ, ഗസയെ 2 ദിവസം കൊണ്ട് ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് എല്ലാ കോപ്പുകളുമുള്ള ആളുകൾ അതിനുവേണ്ടി അരങ്ങൊരുങ്ങി. ആരുടെയും ആ സങ്കട ഹർജിയെപ്പോലും, ആരുടെയും നിയമങ്ങളെപ്പോലും നിർദ്ദേശങ്ങളെപ്പോലും അഭിപ്രായങ്ങളെപ്പോലും സ്വീകരിക്കാതെ കാറ്റിൽ പറത്തിക്കൊണ്ട് തന്നിഷ്ടപ്രകാരം തകർത്ത് കളയാമെന്ന് വിചാരിച്ചു പോന്നവർ ഇപ്പൊ പറയുന്ന വാക്കെന്താ? 100 ദിവസം പിന്നിട്ടു, 2 ദിവസം കൊണ്ട് ഇല്ലാതാക്കുമെന്ന് പറഞ്ഞവരാണ്. 100 ദിവസം പിന്നിട്ടു, തീർന്നില്ല. അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ പറയുന്നത് 25 വർഷം ഈ നില തുടർന്നാലും ശരി ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്ന്. എവിടെ നിന്ന് വന്നു? ആയുധങ്ങളുടെ പിൻബലമില്ലാത്ത, ഒരു സ്വാതന്ത്ര്യവും നൽകപ്പെടാത്ത 10,000-കണക്കിന് കുഞ്ഞുകുട്ടികൾ മരിച്ചു വീണ, സഹോദരിമാർ മരിച്ചു വീണ ആ പ്രദേശത്ത് എന്തേ അങ്ങനെ പിടിച്ചു നിൽക്കാൻ കാരണം? ഈ പറഞ്ഞതാണ്. ഈ പ്രതീക്ഷയാണ്, ഈ ആഗ്രഹമാണ്, ഈ തവക്കുലാണ്. അള്ളാഹു കൈവിടില്ല എന്ന ബോധം അതുള്ള ജനതയെ പരാജയപ്പെടുത്താൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പെട്ടെന്നൊന്നും കഴിയില്ല. ചരിത്രം അതാണ് പറഞ്ഞു തന്നത്. ലനുഹ്ലികന്ന ളാലിമീന വലനുസ്കിനന്നകുമുൽ അർള മിൻ ബഅദിഹിം ذلك لمن خاف مقامي وخاف وعيد واستفتحوا. ഇവിടെയാണ് പ്രശ്നം. ആ പ്രവാചകന്മാരൊക്കെ അള്ളാഹുവിനോട് താണുകേണ് പ്രാർത്ഥിച്ചു, അപേക്ഷിച്ചു. അവിടെയാണ് വിജയം. നമുക്ക് ആ ജാതി ചിന്തയില്ല. നമുക്കെല്ലാം പെട്ടെന്നായിരിക്കണം. ഇന്ന് കഴിഞ്ഞാൽ നാളെ തന്നെ വിജയം ഉണ്ടാവില്ല. ഉണ്ടാകാനുള്ള അങ്ങനെ ചരിത്രത്തിൽ കാണാൻ കഴിയില്ല. നമുക്ക് പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ ഒട്ടും കാണാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് ആ ജാതി ബേജാറിന്റെ ഒന്നും ആവശ്യമില്ല. ഈ പറഞ്ഞ രൂപത്തിലൂടെ മുന്നോട്ട് നീങ്ങുക, എന്തിനേയും അതിജയിക്കാം. അള്ളാഹു ഓഫർ നൽകിയത് ഫഇന്ന മഅൽ ഉസ്രി യുസ്റ എന്നാണ്. ഏത് ഞെരുക്കത്തിന്റെയും പിന്നിൽ ഒരു എളുപ്പമുണ്ടാകും. ഏത് ഞെരുക്കത്തോടൊപ്പം ഒരു എളുപ്പമുണ്ടാകും. വഅസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയാസമായി തോന്നും, പക്ഷെ അത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായി ഇഷ്ടപ്പെട്ടതാവും, പക്ഷേ അത് നിങ്ങൾക്ക് ഷർറായിരിക്കും. ഖുർആൻ പറഞ്ഞത് എന്തേ കാരണം? വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. അല്ലാഹുവാണ് അറിയുന്നവൻ, നിങ്ങൾക്കറിയില്ല. അല്ലാഹു ഉണ്ട്,
ഉറപ്പിച്ചോ? എന്നേക്കാൾ വലിയവൻ ആരുമില്ല എന്ന് പറഞ്ഞ് എല്ലാം ഒന്നാമത് സ്വേച്ഛാധിപത്യത്തിന്റെ, നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ സർവ്വ സ്വഭാവങ്ങളും ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും കാണാതിരിക്കരുത്. നമ്മൾ നമ്മൾക്ക് തന്നെ പാരകളാകരുത്. നമ്മളുടെ ഘാതകർ നമ്മൾ തന്നെ ആകുമ്പോഴാണ് പ്രയാസങ്ങൾ ഉണ്ടാക്കുക. നമ്മൾ നിൽക്കേണ്ടടുത്ത് നിൽക്കേണ്ടതുപോലെ നിൽക്കുക, ചെയ്യേണ്ടതുപോലെ ചെയ്യുക. ഇതൊക്കെ നമ്മുടെ ഉത്തരവാദിത്വമാണ്, ബാധ്യതയാണ്. അതോടൊപ്പം പ്രവാചകന്മാർ വസ്തഫ്തഹു എന്നിട്ട് അല്ലാഹു പറഞ്ഞത് വഖാബ കുല്ലു ജബ്ബാരിൻ അനീദ്. അതിനുള്ള ഒരു മാനസികമായ ഒരുക്കവും തയ്യാറെടുപ്പുമാണ് നമുക്ക് വേണ്ടത്. ഫിർഔൻ ഭൂമിയിൽ ഏറ്റവും വലിയ തോന്നിയാസം കാണിച്ച ആളാണ്. നമുക്കറിയാം ചരിത്രം, ഞാൻ ചരിത്രത്തിലേക്ക് പോവുകയല്ല. അവന്റെ സർവ്വ കൊള്ളരുതായ്മകളെ കുറിച്ചും അള്ളാഹു എടുത്തു പറഞ്ഞതിന് ശേഷം ആ ജനതയ്ക്ക് അള്ളാഹു നൽകിയ ഒരു ഓഫറുണ്ട്. വനുരീദു അൻ യമുന്ന അലല്ലദീന സ്തുദ്ഇഫൂ ഫിൽ അർദ്. ഭൂമിയിൽ ദുർബലരായി അടിച്ചമർത്തപ്പെട്ടവരായി ഗണിക്കപ്പെട്ടവർക്ക് അനുഗ്രഹം ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വനജഅലഹും അഇമ്മ, അവരെ നേതാക്കന്മാരാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വനജഅലഹുമുൽ വാരിസീൻ, അവരെ ഈ അനന്തരാവകാശികളാക്കാനാണ് നാം ഉദ്ദേശിക്കുന്നത്. വനുമക്കിന ലഹും ഫിൽ അർളി, ഭൂമിയിൽ അവർക്ക് സ്വാധീനം നൽകാനാണ് നാം ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് വനുരിയ ഫിർഔന വഹാമാന വജുനൂദഹുമാ, ഫറോവയ്ക്കും അവൻ ഖാറൂനും ഫിർഔനും ഹാമാനും അതുപോലെ തന്നെ അവരുടെ പട്ടാളക്കാർക്കും സൈന്യത്തിനുമൊക്കെ എന്താണ് അവർ ഭയപ്പെടുന്നത്, എന്താണോ അതവർക്ക് കാണിച്ചു കൊടുക്കാനുമാണ് നാം ഉദ്ദേശിച്ചത്. അള്ളാഹു കാണിച്ചു കൊടുത്തു. ഫിർഔന്റെ പതനം, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെയും ഇസ്രായേൽ ജനതയുടെയും വിജയം, ഇതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ചരിത്രം വായിച്ചു തീർക്കാനുള്ളതല്ല, അല്ലെങ്കിൽ തമസ്കരിക്കാനുള്ളതല്ല. ചരിത്രം പാഠം ഉൾക്കൊള്ളാനുള്ളതാണ്. ആ പാഠം ഉൾക്കൊള്ളാൻ തയ്യാറാകുമ്പോൾ വിശുദ്ധ ഖുർആനിലെ ഈ വചനങ്ങളിലൂടെ നമ്മൾ അള്ളാഹു അറിയിച്ചതുപോലെ നമ്മൾ നിലകൊള്ളാൻ തയ്യാറുണ്ടോ? ആരെയും നമ്മൾ കൂസേണ്ടതില്ല. പക്ഷേ ഭൗതിക ജീവിതത്തിൽ നാം ചെയ്യേണ്ടത് ചെയ്യാനും ഒരുങ്ങേണ്ടത് ഒരുങ്ങാനും ഒരുക്കേണ്ടത് ഒരുക്കാനും നാം തയ്യാറാവുക കൂടി വേണം. അതാണ് നാം ശ്രദ്ധിക്കേണ്ടത് എന്ന് ഈ വചനങ്ങൾ എനിക്കും നിങ്ങൾക്കും സന്ദേശം നൽകുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, അതിലേക്കാണ് നമ്മുടെ മനസ്സ് പോകേണ്ടത്. അവിടെ അള്ളാഹുവിന്റെ സഹായമുണ്ടാകും. അള്ളാഹു നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على رسوله الأمين وعلى آله وصحابه الفائزين برضا الله اتقوا الله عباد الله. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ ആജ്ഞാനുവർത്തികളായി ജീവിക്കുവാൻ ഞാൻ ഉണർത്തുന്നു. മക്കയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമുക്കെല്ലാവർക്കും അറിയാം. ചരിത്രത്തിലേക്ക് പോവുകയല്ല. അവിടെ നിൽക്കാൻ നിർവാഹമില്ലാഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും മദീനയിലേക്ക് ഹിജ്റ പോയി. അപ്പോഴും ആ മക്ക അവിടെ തന്നെ ഉണ്ടായിരുന്നു. ആ മക്കയിലുണ്ടായിരുന്ന ജനതയും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഈ ഉപദ്രവിച്ചവരും അനുകൂലിച്ചവരും ഒക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ സാധാരണ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോഴേക്കും എല്ലാം അവസാനിച്ചു എന്നൊരിക്കലും നമ്മൾ വിചാരിക്കണ്ട. ഇന്ത്യ ഇവിടെ ഉണ്ട്, ഇന്ത്യ മഹാരാജ്യം ഇവിടെ ഉണ്ട്, ഇന്ത്യൻ ഭരണഘടന ഇവിടെ ഉണ്ട്. അല്പസ്വല്പം എവിടുന്നെങ്കിലുമൊക്കെ കോടതിയിൽ നിന്ന് നീതിയുടെ വെളിച്ചവും കാണുന്നുണ്ട്. പിന്നെ ഏറ്റവും വലിയ ആയുധമായ വോട്ട് എന്ന് പറയുന്നത് ഓരോ പൗരന്മാരുടെ കയ്യിലുമുണ്ട്. ഇതൊക്കെ ഒന്നൊരുങ്ങി വരുമ്പോഴെല്ലാം ശരിയായിക്കോളും. അല്ലാതെ ഇവരുടെയൊക്കെ ഈ ഒരു ഉറഞ്ഞുതുള്ളൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോഴേക്ക് നമ്മളാരും നിസ്സംഗരും നിരാശരും ആയിപ്പോയിട്ട് ഒരു കാര്യമില്ല, എന്നാലും ഇങ്ങനെ ആയിപ്പോയി ഇല്ല, അങ്ങനെ ഒരു ചിന്തയുടെ ആവശ്യമില്ല. ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട്, ലാ യഗുറന്നക തഖല്ലുബുൽ ലദീന കഫറൂ ഫിൽ ബിലാദ്. അവിശ്വാസികളായ സത്യനിഷേധികളായ ആളുകളുടെ ഈ അങ്ങേയറ്റത്തെ സ്വൈരവിഹാരമുണ്ടല്ലോ, അത് കണ്ട് നീ വഞ്ചിതനായി പോകരുത്.
മതാഉൻ ഖലീലുൻ, അത് വളരെ ചുരുങ്ങിയ വിഭവമാണ്, കുറച്ചു നാളത്തേക്ക്. എന്നിട്ട് അള്ളാഹു പറയുന്നു, നമുക്കൊക്കെ ആകെയുള്ളൊരു പ്രതീക്ഷ അതാണ്, ഇവിടെ ഒന്നും നേടാൻ കഴിഞ്ഞ് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു എന്ന് തന്നെ വിചാരിക്കുക, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എന്നാലും നമുക്കെന്താണ് ഒരു പ്രതീക്ഷയുണ്ടെന്താ, ഇവർ ചെയ്ത തോന്നിയാസത്തിന്റെ ശിക്ഷയൊക്കെ അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് കിട്ടാതെ ഇവർ രക്ഷപ്പെടൂല എന്നുള്ളത്. പിന്നെ എന്തിനാ പ്രിയമുള്ളവരെ നമുക്കൊരു ബേജാറും വിഷമവും നിസ്സംഗതയും നിരാശയൊക്കെ ആവശ്യമില്ല. കടമകൾ നിറവേറ്റാൻ തയ്യാറാവുക, ഒപ്പം അള്ളാഹുവിനോടുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയും എല്ലാ നന്മയ്ക്കും വേണ്ടി. എന്തിനേയും അതിജയിക്കാം, ഏത് സാഹസികമായതും നമുക്ക് അധീനപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തും ഇൻഷാ അല്ലാഹ്. ആ ഒരു ഉയർന്ന ചിന്ത ഈ വചനങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങൾക്കുണ്ടാകുമെങ്കിൽ അതാണ് ഈ വചനങ്ങൾ വിശുദ്ധ ഖുർആന്റെ അമാനുഷികതയ്ക്ക് തെളിവാണ് എന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന്റെ അന്തസ്സത്ത ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനും എന്തിനേയും അതിജയിക്കുവാനും നമുക്കേവർക്കും അല്ലാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുടെ രോഗങ്ങളെ അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട 2 സഹോദരിമാർ രോഗബാധിതരായി പ്രയാസം അനുഭവിക്കുന്നു, പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ 2 സഹോദരിമാരുടെയും രോഗം ശിഫയാക്കി കൊടുക്കുകയും പ്രയാസങ്ങളെ ലഘൂകരിച്ചു കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. അതുപോലെ നമ്മിൽ നിന്ന് തന്നെ പലരും രോഗഗ്രസ്തരായി രോഗം പിടിപെട്ട് വളരെ വിഷമത്തിലാണ്, വേദന അനുഭവിക്കുന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ രോഗങ്ങളെ ശിഫയാക്കി കൊടുക്കുകയും വേദനകളെ ലഘൂകരിച്ചു കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള തീക്ഷ്ണമായ പരീക്ഷണങ്ങളിൽ നിന്നും നാം ഏവരെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നമ്മുടെ ഫലസ്തീനിലെ സഹോദരങ്ങളുടെ വിജയം അല്ലാഹു എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു അവർക്ക് ഇസ്സത്ത് നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. നമുക്കും അല്ലാഹു ഇസ്സത്ത് നിലനിർത്തി തരുമാറാകട്ടെ. സർവോപരി ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും അല്ലാഹു ഇസ്സത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم انصر إخواننا المسلمين المستضعفين في كل مكان، خاصة في فلسطين يا رب العالمين يا أرحم الراحمين. اللهم انصرهم على أعدائهم يا أرحم الراحمين. اللهم انصرنا على أعدائنا يا أرحم الراحمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم اغفر لنا وارحمنا وارض عنا وتقبل منا وادخلنا الجنة ونجنا من النار يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.